ഹലോ, രാവിലെ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എന്തുണ്ടാക്കുമെന്ന് തലപുകഞ്ഞ് ആലോചിച്ച് നിന്നപ്പോഴാണ് 2 മിനിറ്റിനുള്ളിൽ മുട്ടപ്പത്തിരി ഉണ്ടാക്കാമല്ലോ. മുട്ടപ്പത്തിരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്താ പറയണതെന്ന് അറിയില്ല. മുട്ട ദോശയെന്നോ മൈദ ദോശയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതുണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ കൈകൊണ്ട് തന്നെ കുഴച്ച് നന്നായിട്ട് യോജിപ്പിക്കാം. ഉപ്പിടാൻ മറക്കണ്ട. ഉപ്പിട്ടിട്ട് തന്നെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് യോജിപ്പിക്കാം കേട്ടോ. അമ്മയുടെ ഐഡിയ ആണ് കേട്ടോ ഈ തട്ടിക്കൂട്ട് ദോശ. ഞാൻ എന്താ ഈ രാവിലെയും തന്നെ ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കണേന്നൊക്കെ അമ്മ ആലോചിക്കണേ. ആ ക്യാമറയും അവിടെ വെച്ചിട്ട് വേഗം ദോശ ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ള കമൻറ്റും പാസ്സാക്കിയിട്ടാണ് കേട്ടോ അമ്മ വന്നത്. അങ്ങനെ ഫസ്റ്റത്തെ ദോശ അമ്മ ഒന്ന് ചുട്ട് കാണിച്ചു തന്നിട്ട് അടുത്ത പണിക്കായിട്ട് അമ്മ പോയിട്ടോ. പിന്നെ അടുത്തത് എൻ്റെ ഊഴാണേ. പിന്നെ ഞാനങ്ങ് അത് ഏറ്റെടുത്തു. പിന്നെ മൈദ ബാറ്റർ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ചുട്ടെടുക്കണത്. അങ്ങനെ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ദോശച്ചട്ടിയിൽ മാവൊഴിച്ച് നല്ലപോലെ പരത്തി അങ്ങ് ചുട്ടെടുത്തിട്ടോ. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചിട്ടോ. അങ്ങനെ വെന്ത് വന്ന ദോശ മാവിലേക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലേ നാളികേരം ചിരണ്ടി വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാളികേരം ചിരണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ നാളികേരത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ദോശയിനകത്തേക്ക് വെച്ച് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അത് 3 ചുരുട്ടായിട്ടാണ് റോൾ ചെയ്തത് കേട്ടോ. എന്ന് വെച്ചാൽ 2 സൈഡിൽ അപ്പുറത്തും അപ്പുറത്തും മറിച്ചിട്ട് പിന്നെ ഒരൊറ്റ മടക്ക്. നമ്മൾ ദോശയുടെ സൈഡ് മടക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ അരിക്ക് ആദ്യം ഒന്ന് മടക്കുമ്പോൾ നല്ല ഒരു ക്രിസ്പി ആയിരിക്കും കേട്ടോ. അത് പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലേ. കുട്ടികളുള്ള വീട്ടിലൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ രാവിലെ ഒട്ടും സമയം കളയാതെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ കൂടെ കൂട്ടാൻ സഹായിക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ.